15 വർഷമായി സ്റ്റിൽ ഫോട്ടോഗ്രാഫിയിലും അതുകൂടാതെ അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫിയിലും ഏറെ മികവ് തെളിയിച്ച നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് റജി ഭാസ്കർ. അദ്ദേഹത്തെ ഞാൻ ശുഭദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റജി ഭാസ്കറിന്റെ ഫോട്ടോസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അല്ലെ? ഒരുപാട് പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോസ് നമുക്ക് പരിചയമാണ്. എനിക്കൊന്നു ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ, ഡിജിറ്റൽ ഈ 3 രംഗങ്ങളിലും ഒരേപോലെ കണ്ണും മനസ്സും പതിഞ്ഞ ആളാണ്. എങ്ങനെയായിരുന്നു തുടക്കം മുതൽ ഡിജിറ്റൽ വരെയുള്ള ഒരു യാത്രയെ കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു? ഓക്കെ, ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വളരെ ചെറുപ്പം മുതൽ വരാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ ഫാദർ ഒരു സ്കൂളിലെ ഡ്രോയിങ് മാഷായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന് പറയുന്ന ഗ്രാമത്തിലെ എ ബി വിലാസ് ഹൈസ്കൂളിലെ ഡ്രോയിങ് മാഷായിരുന്നു. ഒപ്പം തന്നെ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഏകദേശം 56 വർഷമായി നമ്മുടെ മുഹമ്മയിലെ ബാസി സ്റ്റുഡിയോ എന്ന സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പൊ സ്കൂളിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് വരാനും അവിടെ നിന്ന് ഫോട്ടോഗ്രാഫി ചെറുപ്പം മുതലേ പഠിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഫോട്ടോഗ്രാഫി ചോയ്സും കൂടെ ആയിരുന്നു. കാര്യം ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ അന്നൊക്കെ എന്റെ ഫാദർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിലെ ലെജൻഡ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. അന്ന് കളർ ഫോട്ടോ ഒന്നും ഇല്ല. കറണ്ട് ഇല്ല എന്ന കാലം തൊട്ട് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്ത ആളാണ്. നല്ലൊരു ആർട്ടിസ്റ്റും കൂടെ ആയിരുന്നു അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഞാൻ വരുമ്പോ എന്നെ കൊണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ കട്ട് ചെയ്യിപ്പിച്ചാണ് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് എന്നെ പഠിക്കണമെങ്കിൽ അത് വളരെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഫോട്ടോഗ്രാഫി പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ നിന്ന് കളർ ഫോട്ടോഗ്രാഫിയിലേക്കും, കളർ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫിയിലേക്കും, അതിന്റെ ഡിജിറ്റലിന്റെ റെവല്യൂഷൻ എല്ലാം കാണാനും പരിചയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അതൊരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ. പിന്നെ ഫോട്ടോഗ്രാഫിയുടെ ഗുരു അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ചത്. എങ്കിൽ അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി ഞാൻ പഠിച്ചത് കേരളത്തിലെ ലീഡിംഗ് അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫറായ കെ അനിൽകുമാറിന്റെ അടുത്താണ്. അദ്ദേഹത്തിന്റെ അടുത്ത് 10 വർഷത്തോളം ഞാൻ അസിസ്റ്റ് ചെയ്താണ് അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി പഠിച്ചത്. അപ്പൊ ഇടയ്ക്കാന്ന് ചോദിച്ചത് അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞപ്പോൾ അത് എന്താണ് ശരിക്കും? അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം ഉൾപ്പെടും. കാരണം നമ്മൾ കേരളത്തിലെ അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി ഫാഷൻ ഫോട്ടോഗ്രാഫി ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, ഫുഡ് ഫോട്ടോഗ്രാഫി ഉണ്ട്, പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട്, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി ഉണ്ട്. എല്ലാം കൂടി കൂട്ടിയാണ് നമ്മൾ അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി. ബോംബെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി ഫാഷൻ ഫോട്ടോഗ്രാഫി മാത്രം ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ ഒരു സർക്കംസ്റ്റാൻസസിൽ അതിന്റെ വോളിയം ഓഫ് വർക്ക് കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈ എൻഡ് വെഡിങ്സും കൂടെ ചെയ്യുന്ന ഒരാളാണ്. ഇതിലേക്ക് ഒരു മിനിമം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വെഡിങ് ചെയ്യാറുണ്ട്. അതുപോലെ അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 സെക്കൻഡിനപ്പുറത്തേക്ക് നമ്മളുടെ നോട്ടം ക്യാപ്ചർ ചെയ്യാൻ ഒരു ഫോട്ടോഗ്രാഫിന് പറ്റിയാൽ ദാറ്റ്സ് എ ഗുഡ് ഫോട്ടോഗ്രാഫ്. അപ്പോ അത് ഏത് ഫോട്ടോ ആയാലും അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫിയിൽ ഏത് ഫോട്ടോ ആയാലും 3 സെക്കൻഡിനപ്പുറത്തേക്ക് നമ്മളുടെ നോട്ടം ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെയാണ് അതാണ് സക്സസ്ഫുൾ ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. ടെക്നിക്കലി ഇപ്പൊ നല്ലൊരു ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ പിക്ചർ ഡ്രോൺ ബൈ ഗുഡ് ലൈറ്റ് ആൻഡ് ഷാഡോ, ദാറ്റ്സ് എ ഗുഡ് ഫോട്ടോഗ്രാഫ്. നിഴലും വെളിച്ചവും സമന്വയിപ്പിക്കുന്ന നല്ലൊരു ചിത്രമാണ് നല്ലൊരു ഫോട്ടോഗ്രാഫ്. അത് ടെക്നിക്കൽ വേർഡാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാരന് ഇത് ടെക്നിക്കൽ അതൊന്നും അറിയില്ലല്ലോ. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ച് എന്താ പറയുക, നമ്മളുടെ നോട്ടം അതിലേക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം. അതാണ് നല്ലൊരു ഫോട്ടോഗ്രാഫ്. ഇപ്പൊ 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കുറേ സമയം അല്ലെ, അത് എത്ര മിനിറ്റ് ആണെന്ന് അറിയില്ല, റജി ഭാസ്കർ പകർത്തിയ ഒരു ചിത്രം എത്രയോ ആളുകൾ കുറെ നേരം നോക്കിയിരുന്നിട്ടുണ്ട്. പ്രാണൻ പോയിട്ടും പിരിയാത്ത പ്രണയം എന്നുള്ള ഒരു ചിത്രമായിരുന്നു. ആ ചിത്രത്തെ കുറിച്ചൊന്ന് പ്രാണൻ പോയിട്ടും പിരിയാത്ത പ്രണയം എന്റെ കരിയറിലെ ഏറ്റവും വളരെ നല്ലൊരു ചിത്രമാണ്. കാരണം എനിക്ക് ഒത്തിരി മൈലേജ് കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ ജനകീയമായ ഒരു പിക്ചർ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്, എന്നാലും ഞാൻ പറയാം. കാരണം ഞാൻ വളരെ ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. എന്റെ ലൈഫിൽ 2003 ജൂലൈ 6 ഈ പിക്ചർ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു 8 കോളം വലിയ ഫ്രണ്ട് പേജിൽ വന്നത്. മാതൃഭൂമി പത്രത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ പിക്ചർ എല്ലാവരും അറിഞ്ഞതും ഇതിനകത്ത് ഒത്തിരി അവാർഡ് കിട്ടിയതൊക്കെ. ഈ ഒരു ലൈൻ കമ്പിയില് ഷോക്കടിച്ച് മരിച്ച 2 കിളികളുടെ ചിത്രമാണ്. നോർമലി സംഭവിക്കുന്നത് കിളികളെ ഷോക്കടിച്ച ഒന്നെങ്കിൽ കരിഞ്ഞു വലിയ തെറിച്ചു പോകും. അപ്പൊ അവിടെയാണ് എന്റെ പോയറ്റിക് ബ്യൂട്ടി ഇരിക്കുന്നത്. ഇത് ആ പ്രണയം പ്രാണൻ പോയിട്ടും ചെയ്യാത്ത പ്രണയം, ആ വാക്കിൽ തന്നെ ഉണ്ട് ആ പിക്ചറിന്റെ ഇത്. പിന്നെ ഈ ക്യാപ്ഷൻ കൊടുത്തത് മാതൃഭൂമിയിലെ ന്യൂസ് എഡിറ്ററായ ജ്യോതിർഘോഷ് സാറാണ്. അത് സീരിയസ്ലി ആ പിക്ചറിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത് ക്യാപ്ഷൻ തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. മാതൃഭൂമിയിലെ ഒരു ബ്യൂറോ ചീഫ് ഉണ്ട് ജോയ് സാർ. ഈ ജോയ് സാറിന്റെ എനിക്ക് പടം കൊടുത്തു കഴിഞ്ഞാൽ 3-ാം ദിവസമാണ് ഇത് പത്രത്തിൽ വരുന്നത്. ഇപ്പൊ ഞാൻ ഓർത്ത് എന്റെ ഒരു എഫേർട്ട് ഇത് വെറുതെ ആയല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അൺഎക്സ്പെക്ടഡ് സൺഡേയില് ജൂലൈ 6 ഒരു സൺഡേയില് ഇത്രയും വലിയ ഫ്രണ്ട് പേജ് വരെ അതൊരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമായിരുന്നു.
പിന്നെ വ്യക്തിപരമായി ജൂലൈ 6 പ്രഭാതം എന്റെ മനസ്സിൽ നിർത്തിയ നൊമ്പരം വാക്കുകൾ തികയാതെ ഇപ്പോഴും അപൂർണമായി തന്നെ നിൽക്കുകയാണ്. കാര്യം അത് കഴിഞ്ഞിട്ട് പ്രണയത്തെ കുറിച്ച് ഞാൻ വളരെ എന്താ പറയാ ഒത്തിരി അതിനോടനുബന്ധിച്ച് ഒത്തിരി കാര്യങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊരു സംഭവം എന്ന് പറഞ്ഞാലും കോഴിക്കോടുള്ള ഉള്ളിയേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പിക്ചർ വെച്ചിട്ട് ഒരു കവിതാ മത്സരം നടത്തി. അപ്പൊ എന്നെ അതിനെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്കൂളിൽ ചെല്ലുമ്പോ അപ്പൊ ഞാൻ 2 മണിക്കൂർ താമസിച്ചാണ് ആ സ്കൂളിൽ ചെല്ലുന്നത്. നമുക്ക് വേണ്ടിയിട്ട് ഒരു +2 സ്കൂൾ വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വേദനയുള്ള സംഭവമായിരുന്നു. താമസിച്ചു പോയി. നമ്മൾ ഷൂട്ടിനിടയ്ക്ക് അവിടെ പോയത്. അവിടെ ചെല്ലുമ്പോ ഈ +2 പഠിക്കുന്ന കുട്ടികളുടെ ക്വസ്റ്റ്യൻസ് ഒരു ഡിബേറ്റ് ആയിരുന്നു. ജീവിതയാത്രയില് ആർക്കെങ്കിലും ഒക്കെ ആരോടെങ്കിലും പ്രണയം തോന്നാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ പ്രണയം എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ പിക്ചർ ഇത്രയും ജനകീയമായത്. ടെക്നിക്കൽ പെർഫെക്ഷൻ ഉള്ള ഇതിലും എഫേർട്ട് എടുത്ത ഒത്തിരി പടങ്ങളുണ്ടായിരുന്നു. അതായത് അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫിയിൽ നമ്മളൊരു ഇൻഡോർ സ്റ്റുഡിയോയിൽ ഒരു പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന എഫേർട്ടിനേക്കാളും വളരെ കുറച്ച് ഈ പടത്തിന് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇത് ഒത്തിരി ഹൈറ്റിലായിരുന്നു ഈ കിളികൾ മരിച്ചു കിടന്നത്. നമ്മളൊരു വണ്ടി വിളിച്ചിട്ട് ഏണിയൊക്കെ വെച്ച് കയറി കഷ്ടപ്പെട്ടാണ് എടുത്തത്. പക്ഷെ ഒരു നാച്ചുറൽ ലൈറ്റിൽ തന്നെയാണ് ഡേ ലൈറ്റിൽ പിക്ചറാണ്. ഇപ്പൊ ഇത് ഫിലിമിൽ എടുത്താണ്, നോട്ട് ഡിജിറ്റൽ. ഇതിനകത്ത് ഒരു മാനിപ്പുലേഷനും ഇല്ല. ഇറ്റ്സ് എ വെരി നാച്ചുറൽ പിക്ചർ. പക്ഷെ ഞാൻ പറഞ്ഞ അതിനകത്ത് പിന്നെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഉണ്ട്. കാരണം ഒരു സ്വീകരണ വേളയില് എന്റെ സുഹൃത്തിന്റെ ഫാദറായ SL പുരം സദാനന്ദൻ, എഴുത്തുകാരനാണ്, എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഈ ചിത്രത്തെ കുറിച്ച് പറഞ്ഞത് ഈ കിളികളുടെ അവസാനത്തുള്ളിൽ കണ്ണീരാണ് പുറകിൽ ബ്ലറായിട്ട് കിടക്കുന്നത്. ഒരു ഫോട്ടോഗ്രാഫറുടെ പെർസ്പെക്റ്റീവിൽ അതിന് ബൊക്കെ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് കിടക്കുന്ന സാധനം ബൊക്കെ എന്ന് പറയുന്നത്. പക്ഷെ ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ അങ്ങനെ കേരളത്തിലെ ലക്ഷങ്ങൾ മാതൃഭൂമി വായിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ ഈ ചിത്രത്തിന് ഓരോ പിക്ചറൈസേഷൻ കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്നും പ്രിയപ്പെട്ട ഒരു പിക്ചറാണ്. നോർമലി ഒരു ഫോട്ടോഗ്രാഫർക്ക് ഏറ്റവും അവസാനം എടുക്കുന്ന ചിത്രമായിരിക്കണം നല്ലത്. അതായിരിക്കണം. കാരണം നമ്മള് ഏറ്റവും അവസാനം എടുത്ത ഫോട്ടോയാണ് നമ്മുടെ ഇമ്പ്രൂവ്മെന്റ്, നമ്മുടെ ഗ്രാഫിന്റെ ഇമ്പ്രൂവ്മെന്റ് ഏറ്റവും അവസാനത്തായിരിക്കണം ഏറ്റവും ഉയർന്ന പടം. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോഴും എന്റെ നല്ല പടം അത് തന്നെയാണ്. അപ്പോ ആൾക്കാരുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു ഓരോ ചിത്രത്തിലും. അപ്പൊ ശരിക്കും നമ്മൾ ഇപ്പൊ ഒരു ഫോട്ടോഗ്രാഫർ കാണുന്ന അതേ കണ്ണിൽ കൊണ്ട് തന്നെ ആയിരിക്കും ഒരാൾ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. അതാണ് നമ്മളെല്ലാം മനുഷ്യരെ വ്യത്യസ്തനാക്കുന്നത്. അപ്പോ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും വ്യത്യസ്തനാണ്. അതിൽ നിന്ന് വ്യത്യസ്തനാകുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ. പിന്നെ പെർസ്പെക്റ്റീവ്. ഇപ്പൊ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം ഇപ്പൊ അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫിയിലും വെഡിങ് ഫോട്ടോഗ്രാഫിയിലും നമ്മളൊരു വ്യത്യാസം ഞാൻ പറയാം. ഒരു അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ട് ഡയറക്ടർ കാണും, അവർക്കൊരു കോൺസെപ്റ്റ് കാണും, അത് എത്ര മനോഹരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു അതാണ് അത് നല്ലൊരു സക്സസ്ഫുൾ അഡ്വർടൈസിംഗ് ഫോട്ടോഗ്രാഫി. ഒപ്പം തന്നെ വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. നമുക്ക് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കപ്പിളിനെ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ വെഡിങ് ഫോട്ടോഗ്രാഫി സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നു എന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ കാര്യം എന്റെ ചാർജ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മൾ എത്ര എക്സ്പെൻസീവ് ആയത് നമ്മൾ അത്രയും നല്ല എക്യുപ്മെന്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടും പിന്നെ അത്രയും എഫേർട്ട് എടുക്കുന്നതുകൊണ്ടാണ്. നോർമൽ ഒരു ഫോട്ടോഗ്രാഫർ എടുക്കുന്ന പോലെ അല്ല നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ട് അത്രയും നന്നാക്കിയാണ് നമ്മൾ വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. വൺസ് ഇൻ എ ലൈഫ് ടൈം വെഡിങ് എന്ന് പറയാം. അപ്പൊ വി ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. കോസ്റ്റ്യൂം ക്വാളിറ്റി തമ്മിൽ ബന്ധമുണ്ട്. ഡെഫിനറ്റ്ലി കോസ്റ്റ്യൂം ക്വാളിറ്റി തമ്മിൽ ബന്ധം വരാൻ കാര്യം ഈ ഫിലിമിൽ നിന്ന് ഡിജിറ്റലിലേക്കുള്ള റെവല്യൂഷൻ ആയിരുന്നു. പണ്ട് നമ്മൾ ഫിലിം ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലേക്ക് നമ്മൾ ക്യാമറയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയി. അപ്പൊ നമ്മൾ പണ്ട് എടുത്തുകൊണ്ടിരുന്നതിനേക്കാളൊക്കെ കൂടുതൽ ചാർജ് വാങ്ങിക്കുന്നത് ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ചാർജിനൊപ്പം തന്നെ ക്യാമറമാന്റെ ഒരു മനസ്സും കൂടെ അങ്ങനെ മാറിയിട്ടില്ല. ഇപ്പൊ ഫിലിമിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത ദിവസങ്ങളാണ് കാത്തിരുന്ന് അതാണ് ഒരു ക്യാമറമാൻ അനുഭവിച്ചിരുന്ന ഒരു ആനന്ദം എന്ന് പറഞ്ഞാല്. നമ്മളൊരു ഫോട്ടോ എനിക്ക് ഈ പ്രാണൻ പോയിട്ടും പിന്നത്തെ പ്രണയത്തെ ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളെ ഫോട്ടോ എടുത്ത് ലാബിൽ 10 കിലോമീറ്റർ അകലെ ലാബിൽ പോയി ഡെവലപ്പ് ചെയ്ത് പ്രിന്റ് അടിക്കുന്നവരെ ഉണ്ടാകുന്ന ഒരു അനുഭവിക്കുന്ന ഒരു സുഖമുള്ള നൊമ്പരം അത് പ്രണയം പോലെ തന്നെയാണ്. പ്രണയത്തെ ടെൻഷനാണ് ഇത് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല. ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് നമുക്ക് പകുതി ആശ്വാസം. പിന്നെ പ്രിന്റ് അടിച്ച് വെളിയെ വരുമ്പോഴാണ് കിട്ടി. ഡിജിറ്റലിലേക്ക് വന്നപ്പോൾ ഏറ്റവും വലിയ ഇപ്പോഴത്തെ യങ് ജനറേഷനിലെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും അനുഭവിക്കുന്ന ഒരു സുഖം എന്ന് പറഞ്ഞാൽ എടുത്ത ആ നിമിഷം തന്നെ നമുക്ക് ഫോട്ടോ കാണാം. അപ്പൊ അതിന്റെയൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ റെക്ടിഫൈ ചെയ്യാം. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഫിലിം ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് ആണത്. പക്ഷെ ഫോട്ടോഗ്രാഫർ അനുഭവിച്ചിരുന്ന ആനന്ദം നമുക്ക് നഷ്ടമായി. ആ ഒരു ആങ്സൈറ്റി അത് നഷ്ടമായി.